വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ 2025 ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ആദ്യഘട്ട പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഇത്തവണ പരീക്ഷ എഴുതി മാറിയത്. അതിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിലിംസിന്റെ പരീക്ഷ എഴുതി മാറിയത്. രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആദ്യഘട്ട പരീക്ഷയുടെ അനാലിസിസ് വീഡിയോ നമ്മൾ പാർട്ടായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാത്സിന്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത്. 2 ഭാഗങ്ങളായിട്ട് ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിന്റെ അവസാനം സ്വാഭാവികമായിട്ടും ഒരു ശരാശരി നിലവാരത്തിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥി എത്ര ചോദ്യങ്ങൾ എക്സാം ഹോളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് പുറത്തുനിന്നുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് അതുകൂടി നമ്മൾ ഒന്ന് പറയുന്നതായിരിക്കും. സാധാരണ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പരീക്ഷയുടെ നിലവാരം അത്യാവശ്യം നിലവാരമുള്ള ഒരു ചോദ്യപേപ്പറാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നത്. അതുകൊണ്ട് ആദ്യമേ തന്നെ പറയുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 40 മുതൽ 45 മാർക്ക് വരെയാണ്. അപ്പോൾ തീർത്തും 40 മാർക്കിനേക്കാൾ കൂടുതലുള്ള ഉദ്യോഗാർത്ഥികൾ മെയിൻസ് പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. സമയം പാഴാക്കരുത്. പ്രിലിംസിന്റെ പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം മെയിൻസിന്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള അർത്ഥത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ പ്രിലിംസിന്റെ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതും മെയിൻസിന്റെ പരീക്ഷയും തമ്മിൽ അടുത്തായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് വലിയൊരു പോർഷൻ കവർ ചെയ്യുക എന്നുള്ളത് തീർത്തും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു മാർക്കിനേക്കാൾ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർത്തും പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടതാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതിന്റെ തുടക്കം. അപ്പൊ അതുകൊണ്ട് 2025 നമ്മൾ എഴുതിയ ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച മാത്സിന്റെ ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ്. നമ്മൾ എഴുതി മാറിയ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ പ്രിലിംസ് എന്ന് പറയുന്നത്, ഒന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയും SIയും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും എക്സൈസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് നമ്മൾ എഴുതി മാറിയതെന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതില് നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ കലണ്ടർ കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് മെയിൻസിന്റെ പരീക്ഷയ്ക്കുള്ളത്. അവിടെ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ മാർക്കിനകത്ത് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർത്തും പഠനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പതിയെ കടക്കാം. ഒന്നാമത്തെ ചോദ്യം വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ഒരു സിമ്പിൾ ചോദ്യമാണെന്ന് തീർത്തും പറയാം. ഹെലൻ വയസ്സ് 41, മകളുടെ വയസ്സ് 9. ഹൗ മെനി ഇയേഴ്സ് ഫ്രം നൗ വിൽ ഹെലൻ ബി 3 times ആസ് ഓൾഡ് ആസ് ഹെർ? അതായത് ഹെലന്റെ ഇപ്പോഴത്തെ വയസ്സ് 41 വയസ്സാണ്, മകൾക്ക് 9 വയസ്സുണ്ട്. എത്ര വർഷം കഴിയുമ്പോഴാണ് മകളുടെ വയസ്സിന്റെ 3 മടങ്ങ് ഹെലന്റെ വയസ്സായിട്ട് മാറുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ A 3 ഉണ്ട്, ഓപ്ഷൻ B 5 ഉണ്ട്, ഓപ്ഷൻ C 7 ഉണ്ട്, ഓപ്ഷൻ D 9 ഉണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കിട്ടും. എപ്പോഴാണോ 3 മടങ്ങ് വരുന്നത് അന്നേരം സ്റ്റോപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ പരിപാടി. സോ അങ്ങനെയാണെങ്കിലേ ഹെലൻ, ഇത് ഹെലന്റെ ഡോട്ടർ ആണ്, മകളാണിത്. ഇവിടെ മക്കളെ, ഹെലന്റെ ഇപ്പോഴത്തെ വയസ്സ് 41, മകളുടെ ഇപ്പോഴത്തെ വയസ്സ് 9 എഴുതി വെച്ചു. 3 വർഷം കഴിയുമ്പോൾ 3 മടങ്ങ് ആകുമോ എന്ന് നമുക്ക് നോക്കാം. 3 വർഷം കഴിയുമ്പോൾ ഹെലന്റെ വയസ്സെന്ന് പറഞ്ഞാൽ 41 3 44. അതേപോലെ മകളുടെ വയസ്സ് 9 3 12. മകളുടെ വയസ്സിന്റെ 3 മടങ്ങ് ആയോ ഹെലന്റെ വയസ്സ്? 12ന്റെ 3 മടങ്ങാണോ 44? അല്ല. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ A അല്ല, സിമ്പിൾ ആയിട്ട് കളയുക. നിങ്ങൾ ഓപ്ഷൻ ബിയിലേക്ക് വരിക. ഹെലന്റെ ഇപ്പോഴത്തെ വയസ്സ് 41 ആണ്. 5 വർഷം കഴിയുമ്പോൾ 5 കൂടും. 41ന്റെ കൂടെ 5 കൂട്ടിയാൽ 46 വരും. അതേപോലെ 9ന്റെ കൂടെ 5 കൂട്ടിയാൽ 14 വരും. 14ന്റെ 3 മടങ്ങാണോ 46? അല്ല. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. അപ്പൊ നിങ്ങൾ ധൈര്യപൂർവ്വം ഓപ്ഷൻ സിയിലേക്ക് പോവുക. 7 വർഷം കഴിയുമ്പോഴാണോ എന്നാണ് ചോദ്യം. ഹെലന്റെ ഇപ്പോഴത്തെ വയസ്സ് 41 ആണെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ 7 കൂടും, 41 7
48 വയസ്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് 9 ആണ്. 7 വർഷം കഴിയുമ്പോൾ 7 കൂടും. 9ന്റെ കൂടെ 7 കൂട്ടിയാൽ 16 വരും. 16ന്റെ 3 മടങ്ങാണോ 48? ആണ്. അങ്ങനെയാണെങ്കിൽ 7 വർഷം കഴിയുമ്പോഴാണ് മകളുടെ വയസ്സിന്റെ 3 മടങ്ങ് ഹെലന്റെ വയസ്സായിട്ട് മാറുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു. സിമ്പിൾ ചോദ്യം. ഓപ്ഷൻ വെച്ചുകൊണ്ട് ഒരു 10-15 സെക്കൻഡിനുള്ളിൽ പെട്ടെന്ന് കിട്ടാവുന്ന ഒരു ചോദ്യമാണ് ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ഇതും വളരെ സിമ്പിൾ ചോദ്യമാണ്. പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ്. ഒന്നുമില്ല, ഇൻ എ മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ, ഒരു കണക്ക് പരീക്ഷയില് ദ പാസ് പെർസെൻറ്റേജ് വാസ്, പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാല് 87.5% പറയുന്നു, എഴുതി വെച്ചു. അപ്പോ പാസ്സായ കുട്ടികളുടെ ശതമാനമാണ് 87.5. അപ്പൊ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള കുട്ടികൾ പരാജയപ്പെട്ടവരാണല്ലോ. ആണ്. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ട കുട്ടികളുടെ ശതമാനം എന്ന് പറഞ്ഞാൽ എടാ ടോട്ടൽ 100% അല്ലേ? അതിനകത്ത് 87.5 പാസ്സായി. 87.5 പാസ്സായെങ്കിൽ ബാക്കി അവിടെ 2.5 ഇല്ലേ? അപ്പം 90 പിന്നെ ഒരു 10 കൂടി ഇല്ലേ? 100. അതൊന്ന് ചുരുക്കി പറഞ്ഞാലേ ബാക്കിയുള്ള 12.5% ഫെയിൽ ആണെന്ന് മനസ്സിലായി. അപ്പൊ ബാക്കിയുള്ളത് 12.5%. 12.5%വും 87.5% കൂടെ ആവുമ്പോൾ കറക്റ്റ് 100% ആവും. അപ്പോൾ പരാജയപ്പെട്ട കുട്ടികളുടെ ശതമാനം 12.5 ആണെന്ന് മനസ്സിലായി. ചോദ്യകർത്താവ് പറയുന്നു 7 സ്റ്റുഡൻസ് ആണ് ഫെയിൽ ആയത് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പറയാം, എടാ പരാജയപ്പെട്ട കുട്ടികളുടെ ശതമാനം എന്ന് പറഞ്ഞാൽ 12.5 ആണ്. അത് എന്ന് പറയുന്നത് 7 ആണെന്ന് പറയുന്നു. നമ്മൾ എഴുതി വെച്ചു, 7 എഴുതി വെച്ചു. 12.5 എന്ന് പറയുന്നത് 7 ആണെന്ന് പറഞ്ഞു, നമ്മൾ എഴുതി വെച്ചു. കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി സ്റ്റുഡൻസ് അപ്പിയർഡ് ഫോർ ദ എക്സാം എന്നാണ് ചോദ്യം. ആകെ ആ പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും കണ്ടുപിടിക്കേണ്ടത് 100% അല്ലേ? 100% ആകെ കുട്ടികൾ. പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 100%. 100% എത്രയാണ് എന്നാണ് ചോദ്യം. ക്രോസ് ചെയ്താൽ മതി, ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക എന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ എടാ 12.5% 7 അല്ലേ? 12.5% 7 ആണെങ്കിൽ അതിന്റെ ഇരട്ടി നിങ്ങൾ മനസ്സുകൊണ്ട് ആലോചിക്കേ. 12.5% 7 ആണെങ്കിൽ 12യുടെ ഇരട്ടി 25 അല്ലേ? അപ്പൊ 25% എന്ന് പറയുമ്പോ 7ന്റെ ഇരട്ടി 14 അല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 12.5% 7 ആണെങ്കിൽ അതിന്റെ ഇരട്ടി അല്ലെങ്കിൽ 12യും 7 7 14 അല്ലേ? അപ്പോൾ 25% 14 ആണെങ്കിൽ 50% എന്ന് പറഞ്ഞാൽ 14 28 അല്ലേടാ? 25% 14 ആണെങ്കിൽ 50% അതിന്റെ ഇരട്ടി 14 28 ആണ്. 50% 28 ആണെങ്കിൽ 100% 28 56 അല്ലേ? ഇത്ര ഉള്ള പരിപാടി. 56 ആണ്. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇതൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് ഗുണിച്ചാലും ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്തുവാൻ സാധിക്കും. വളരെ സിമ്പിൾ ചോദ്യമാണ് ചോദിച്ചു മാറിയത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പിടിച്ചു? ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ മാരത്തോൺ ക്ലാസ്സിൽ നമ്മൾ ഈ ചോദ്യം പരിചയപ്പെടുത്തിയതാണ്. അന്ന് ഞാൻ പറഞ്ഞു ഒന്നുകിൽ ഓർ ആൻഡ് ടൈപ്പോ അല്ലെങ്കിൽ ആൻഡ് ടൈപ്പോ ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ പരീക്ഷയ്ക്ക് ഓർ ആൻഡ് ടൈപ്പ് തന്നെയാണ് ചോദിച്ചത്. ഓർ ആൻഡ് ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്തെടുക്കാൻ എളുപ്പവഴി ഒരുപാട് തവണ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയാണ്. തന്നിരിക്കുന്ന സംഖ്യകൾ അതുപോലെ എഴുതണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ ഒരു ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. 5 പുരുഷന്മാരും 12 സ്ത്രീകളും അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും എന്ന് ചോദിക്കുമ്പോൾ ആ തന്നിരിക്കുന്ന സംഖ്യകൾ അതുപോലെ അങ്ങ് പ്ലേസ് ചെയ്യണം. ഏതൊക്കെയാണ്? ആദ്യം 5, പിന്നെ 12. ആ സംഖ്യകൾ അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ദിവസങ്ങളുടെ എണ്ണം 78. കണ്ടുപിടിക്കേണ്ടത് 5, 12. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്യേണ്ട പരിപാടിയൊക്കെ നമ്മൾ പലതവണ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്.
ഫസ്റ്റ് റോയിലെ എല്ലാ സംഖ്യകളും ഗുണിക്കുക. ഫസ്റ്റ് റോയിലെ എല്ലാ സംഖ്യകളും ഗുണിക്കുക. അപ്പോൾ 5 ഇൻറ്റു 12 ഇൻറ്റു 78 ഡിവൈഡഡ് ബൈ ക്രോസ് ആയിട്ട് ഗുണിച്ച് കൂട്ടുക. ക്രോസ് ആയിട്ട് ഗുണിച്ച് കൂട്ടണം. അപ്പൊ ഒന്നും കൂടെ പറയാം, ഫസ്റ്റ് റോയിലെ എല്ലാ നമ്പറും ഗുണിക്കുക ഡിവൈഡഡ് ബൈ ക്രോസ് ആയിട്ട് ഗുണിച്ച് കൂട്ടുക. ഈ ഒരു ഐഡിയ തന്നെയാണ് നമ്മൾ ഓർ ആൻഡ് ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 5ഉം 12ഉം കൂടെ ഗുണിച്ചാൽ 60. അതുപോലെ 5ഉം 12ഉം കൂടെ ഗുണിച്ചാൽ 60. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ പോരാ, ക്രോസ് ആയിട്ട് ഗുണിച്ച് കൂട്ടണം. അപ്പൊ 12 5 60, 12 5 60, 60ഉം 60ഉം കൂടെ കൂട്ടിയാൽ എത്ര? 120 അല്ലേ? ആ 120 താഴോട്ടങ്ങ് എഴുതിക്കൂ. ഇത്ര ഉള്ളു പരിപാടി. ഇവിടെ മക്കളെ 12ന്റെ 10ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 120? 5ന്റെ 2ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 10? 78ന്റെ പകുതി 39. പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി ഓർ ആൻഡ് ടൈപ്പ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ സംഖ്യകൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുക, ഫസ്റ്റ് റോയിലെ എല്ലാ സംഖ്യകളും ഗുണിക്കുക ഡിവൈഡഡ് ബൈ ക്രോസ് ആയിട്ട് ഗുണിച്ച് കൂട്ടുക എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. വളരെ സിമ്പിൾ ചോദ്യമാണ് ഇതും. ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. 4ാമത്തെ ചോദ്യമാണ്. ജോമെട്രി പ്രോഗ്രഷൻ ആണ്. ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞായിരുന്നു ജോമെട്രി പ്രോഗ്രഷൻ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചുകൊണ്ട് ഒരു 4-5 ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമഗുണിത ശ്രേണിയുടെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a ഇൻറ്റു r⁻n−1 ആണെന്നുള്ള കാര്യം ഒരുപാട് തവണ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 5th ടേം ഈസ് 27. 5-ാം പദം 27 എന്ന് പറഞ്ഞാൽ 5-ാം പദമാണ് 27 എന്ന് പറഞ്ഞ T5 ഈസ് ഈക്വൽ ടു a ഇൻറ്റു r⁻. 5ന് n-ന്റെ അവിടെ 5 കൊടുത്താൽ 5ൽ നിന്ന് 1 കുറച്ചാൽ 4 വരും. a ഇൻറ്റു r⁻4 ഈസ് ഈക്വൽ ടു 27. 5-ാം പദം 27 എഴുതി വെച്ചു. അടുത്തത് പിന്നെ തന്നിരിക്കുന്നത് 8-ാം പദം 729. എടാ 8-ാം പദം എന്ന് പറഞ്ഞാൽ T8, അതായത് AR7. ഉത്തരം 729, 729. ഈ രണ്ട് കാര്യങ്ങള് ചോദ്യകർത്താവ് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. കണ്ടുപിടിക്കേണ്ടത് 11ാമത്തെ പദം, അതായത് കണ്ടുപിടിക്കേണ്ടത് T11 അല്ലേ? 11 കണ്ടുപിടിക്കേണ്ടത്. AR⁻10 ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, ഇവിടെ AR⁻4 ഉണ്ട്, AR⁻7 ഉണ്ട്. എങ്ങനെ AR⁻10 കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ എന്തായാലും ഒന്നുകിൽ A കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ R കണ്ടുപിടിക്കണം. അപ്പൊ ഒരു പണി ചെയ്താൽ മതി. നിങ്ങൾ ഈ 2ാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനെ 1 കൊണ്ട് ഹരിച്ചാൽ A അങ്ങ് പോവും, R-ന്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ 2ാമത്തെ ഇക്വേഷനെ 1ാമത്തെ ഇക്വേഷൻ കൊണ്ട് ഹരിച്ചാൽ, അതായത് AR7 ഡിവൈഡഡ് ബൈ AR4 എന്ന് പറഞ്ഞാൽ A പോയി കഴിഞ്ഞാൽ ബാക്കി R⁻7 ഡിവൈഡഡ് ബൈ R⁻4 എന്ന് പറഞ്ഞാൽ R⁻3 ആണ്. ഈ സാധനത്തിന് ഈ സാധനം കൊണ്ട് ഹരിച്ചാല് A ക്യാൻസൽ ആയി പോയിട്ട് R⁻7 ഡിവൈഡഡ് ബൈ R⁻4 എന്ന് പറഞ്ഞാൽ R⁻3 ആണ്. 729നെ 27 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 27 വരും. കാരണം 27ന്റെ സ്ക്വയർ ആണ് 729. അപ്പൊ 729നെ 27 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ ഉത്തരം 27 ഷുവർ 729. അപ്പൊ അവിടുന്ന് R ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 27 3 വരും. ഓക്കെ, പോട്ടെ, നിൽക്കട്ടെ. കണ്ടുപിടിക്കേണ്ടത് AR10. AR7 ഉണ്ടോ? ഉണ്ട്. എടാ കുഞ്ഞുങ്ങളെ, AR7 നമ്മുടെ കയ്യിലുള്ള സാധനം ഒരു R⁻3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് AR10 കിട്ടത്തില്ലേ? നമ്മുടെ ചോദ്യം അതാണല്ലോ, AR10 അല്ലേ ചോദിച്ചത്. അപ്പോൾ AR7 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്ര? 729 ആണ്. 729 എഴുതി വെച്ചു. ഇൻറ്റു R⁻3 എന്ന് പറഞ്ഞാൽ 27, അതും നമ്മൾ എഴുതി വെച്ചു. 729നെ
27 കൊണ്ട് ഗുണിച്ചാൽ സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഉത്തരം നിങ്ങൾ മനസ്സുകൊണ്ട് ആലോചിക്കുക. 729 27 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു വലിയ സംഖ്യ ഉത്തരമായിട്ട് കിട്ടും, ഉറപ്പാണ്. ഒരു വലിയ സംഖ്യ ഉത്തരമായിട്ട് കിട്ടും എന്നുള്ളത് മാത്രമല്ല, ആ ഉത്തരത്തിന്റെ അവസാനത്തെ അക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ 9 അല്ലേ, അവിടെ 7 അല്ലേ, സ്വാഭാവികമായിട്ടും എടാ 9ഉം 7ഉം കൂടെ ഗുണിച്ചാല് 9ഉം 7ഉം കൂടെ ഗുണിച്ചാൽ 9 7 63 അല്ലേ. ആ 63 എന്ന് പറഞ്ഞാല് 63ന്റെ അവസാനത്തക്കം 3 അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഉത്തരത്തിന്റെ അവസാനത്തക്കം 3 ആണെന്ന് മനസ്സിലാക്കിക്കൂടെ? നമ്മൾ ഗുണിക്കൊന്നും വേണ്ട. 729ന്റെ അവസാനത്തക്കം 9 ആണ്, 27ന്റെ അവസാനത്തക്കം 7 ആണ്. 9ഉം 7ഉം കൂടെ ഗുണിച്ചാൽ 63. ഉത്തരത്തിന്റെ അവസാനത്തക്കം 3 ആണ്. 3ൽ അവസാനിക്കുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളായിരുന്നു, അത് എ ആയിരുന്നു. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഗുണിക്കാതെ തന്നെ ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ജോമെട്രി പ്രോഗ്രഷന്റെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അതേപോലെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് മാത്രമേ അടുത്ത ഫേസിലെ എക്സാമിന് പോകാവുള്ളൂ എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം, ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ചെറിയ കറക്ഷൻ ഒക്കെ ഉണ്ട്. ഹൗ മെനി ടൈംസ് ഗ്രേറ്റർ ഈസ് 0.18 ദാൻ 0.004 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0.004ന്റെ എത്ര മടങ്ങ് കൂടുതലാണ് 0.18 എന്നാണ് ചോദ്യത്തിന്റെ മലയാളം. പക്ഷേ ആ ക്വസ്റ്റ്യൻ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. അത് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ. ഹൗ മെനി ടൈംസ് ഈസ് 0.18 ഓഫ് 0.004 എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അന്നേരമാണ് ക്ലാരിറ്റി ഉണ്ടാവുന്നത്. അതായത് 0.004ന്റെ എത്ര മടങ്ങാണ്, ഹൗ മെനി ടൈംസ് എത്ര മടങ്ങാണ് 0.18 എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് രീതി. പക്ഷെ ചോദ്യകർത്താവിന് അവിടെ ഒരു കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവാം, ചിലപ്പോൾ ഡിലീറ്റ് ആകാതിരിക്കാം. പക്ഷെ ഇതാണ് കറക്റ്റ്. ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി ടൈംസ് ഈസ് 0.18 ഓഫ് 0.004. 0.004ന്റെ എത്ര മടങ്ങാണ് 0.18 എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ അവിടെ ക്ലാരിറ്റിയായി. 0.004ന്റെ എത്ര മടങ്ങാണെന്ന് ചോദിച്ചാൽ എന്ത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.18 കിട്ടുമെന്നാണ് ചോദിച്ചത്. എടാ 0.004നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 0.18 കിട്ടുന്നത്? അതാണ് മടങ്ങെന്ന് പറഞ്ഞ അർത്ഥം, ഗുണിക്കുക, മടങ്ങ്. അവിടുന്ന് എക്സ് കണ്ടുപിടിക്കാൻ 0.18നെ നിങ്ങൾ 0.004 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. സ്വാഭാവികമായിട്ടും താഴെ 3 ദശാംശ സ്ഥാനം ഇല്ലേ? എടാ താഴെ 3 ദശാംശ സ്ഥാനം ഉണ്ടെങ്കിൽ മുകളിൽ 2 എണ്ണമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് താഴെയല്ല പരിഗണിക്കേണ്ടത്. അപ്പൊ താഴത്തെ ദശാംശ സ്ഥാനം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? 3 ദശാംശ സ്ഥാനം ആയതുകൊണ്ട് 1000 കൊണ്ട് ഗുണിക്കണം. അപ്പൊ താഴെ 1000 കൊണ്ട് ഗുണിച്ചാൽ മുകളിലും എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? താഴെ ഞാന് 1000 കൊണ്ട് ഗുണിച്ചു. താഴെ 1000 കൊണ്ട് ഗുണിച്ചപ്പോൾ എന്തായി? 0.004 എന്ന് പറയുന്നത് 4 ആയിട്ട് മാറി. പകരം മുകളിലും 1000 കൊണ്ട് ഗുണിക്കുക. 1000 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ആദ്യം 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇങ്ങനെ വരും. 100 കൊണ്ടേ ഗുണിച്ചുള്ളൂ, നിർത്തല്ലേ. ഇനി 1000 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 100 കൊണ്ട് ഗുണിച്ച് പിന്നെ ഒരു 10 കൊണ്ട് ഗുണിച്ചാലും മതിയല്ലോ. അപ്പൊ 18നെ 10 കൊണ്ട് ഗുണിച്ചാൽ 180 വരും. 180നെ 4 കൊണ്ട് ഹരിച്ചാൽ 45 എന്ന് വരും. കാരണം 180ന്റെ പകുതി 90 ആണ്. അപ്പൊ 90ന്റെ പകുതി. ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2 തവണ 2 കൊണ്ട് തുടർച്ചയായിട്ട് ഹരിച്ചാലും മതിയല്ലോ. അപ്പൊ 180നെ 4 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 180നെ 2 കൊണ്ട് ഹരിച്ചാൽ 90, ആ 90നെ വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 45. അങ്ങനെ ചിന്തിച്ചാലും മതി. അതായിരുന്നു അടുത്ത ചോദ്യം ചോദിച്ചത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ പോകാം. ചോദ്യം ഇതാണ്: എ വാട്ടർ ബോട്ടിൽ ഈസ് പ്രൈസ്ഡ് അറ്റ് ₹15 which includes the cost of both the bottle and the water. If water cost us ₹12 more than that of the bottle, what is the cost of the bottle എന്നാണ് ചോദ്യം. ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതായത്
ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപയാണ് എന്ന് പറയുമ്പോൾ തന്നെ ചോദ്യകർത്താവ് പറയുന്നുണ്ട് ബോട്ടിലിന്റെയും വാട്ടറിന്റെയും കൂടെ വിലയാ. എടാ, ബോട്ടിലിന്റെയും വാട്ടറിന്റെയും കൂടെ വിലയാണ് 15 രൂപ. 15 രൂപ മാത്രമല്ല, വാട്ടറിന് ബോട്ടിലിനേക്കാൾ 12 കൂടുതലാ. വാട്ടറിന്റെ വില എന്ന് പറഞ്ഞാൽ, വാട്ടറിന്റെ വില, ഇത് ബോട്ടിലിന്റെ വില നമുക്കറിയില്ല, അത് അതുപോലെ തന്നെ എഴുതി വെച്ചു. വാട്ടറിന്റെ വില എന്ന് പറഞ്ഞാല് ബോട്ടിലിന്റെ വിലയുടെ അതും പിന്നൊരു 12 കൂടെ കൂടുതലാണ്. അപ്പോൾ വാട്ടറിന്റെ വില എന്ന് പറഞ്ഞാല് ബോട്ടിലിന്റെ വില എത്രയാണോ അതിന്റെ കൂടെ 12 കൂടെ കൂട്ടിയാൽ മതി. അതായത് ബോട്ടിലിന്റെ വിലയുടെ കൂടെ 12 കൂടെ കൂട്ടുമ്പോൾ വാട്ടറിന്റെ വില കിട്ടും. ദാറ്റ് ഈസ് വലതുവശം 15 അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇവിടെ മക്കളെ ഈ 12 അപ്പുറത്ത് പോയാൽ മൈനസ് ആയി. ഇടതുവശം 2b ഈസ് ഈക്വൽ ടു 15 മൈനസ് 12 3 വരും. 2bയുടെ വില 3 ആണെങ്കിൽ b ഈസ് ഈക്വൽ ടു 3/2. 3ന്റെ പകുതി 1.5. അതായത് ബോട്ടിലിന്റെ വില എത്ര എന്നായിരുന്നു ചോദിച്ചത്. ബോട്ടിലിന്റെ വില ദാ പിടിച്ചു, ഉത്തരം എ ആണ്. ഓപ്ഷൻ എ ആയിരുന്നു റൈറ്റ് ആൻസർ. ഇത്രേ ഉള്ളൂ. ഇത് ചെയ്താൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഒരു കൺഫ്യൂഷൻ ഉള്ള യാതൊരുവിധ വകുപ്പും ഇല്ലാത്ത ഒരു സിമ്പിൾ ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. സോ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ചോദ്യം കൂടിയാണ് ഈ ഒരു ചോദ്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് പെർസെൻറ്റേജ് മെത്തേഡ് വഴി പ്രോബ്ലം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാവുന്നതാണ്. കാരണം എമൗണ്ട് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. സോ നമ്മൾ പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ചോദ്യം തന്നെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. 6 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ കടം കൊടുത്തത്, എന്തെങ്കിലും ആയിക്കോട്ടെ. സോ എമൗണ്ട് എ ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാല് 6 ലക്ഷം. ലക്ഷത്തിന് എത്ര പൂജ്യം? 5 പൂജ്യം. 1 2 3 4 5 പൂജ്യം. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാല് 5%. 5% പലിശ നിരക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യത്തെ വർഷം കഴിയുമ്പോൾ 105% കൊടുക്കണം, ഒന്നല്ല. അടുത്ത വർഷം കഴിയുമ്പോൾ അതിന്റെ 105, രണ്ടും അല്ല. അടുത്ത വർഷം മൂന്നാമത്തെ വർഷാവസാനം വീണ്ടും ഒരു 105/100. ഇത് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഉത്തരം പടാന്ന ആൻസറിലേക്ക് എത്താം. ഇത്രേ ഉള്ളൂ സംഭവം. 6 ലക്ഷം 5% ആയതുകൊണ്ട് 105/100. 3 വർഷം ആയതുകൊണ്ട് 3 തവണ ഗുണിക്കുക. 2 വർഷമാണെങ്കിൽ 2 തവണ ഗുണിക്കുക. 8% ആണെങ്കിൽ 108/100 ഇൻറ്റു 108/100. പരിപാടി കഴിഞ്ഞു. സോ ഇനി വെട്ടി ചെറുതാക്കിയാൽ മതി. ഇവിടെ 25 100 21 5 105, 25 100 21 5 105, 25 100 21 5 105. ഈ 3 പൂജ്യങ്ങളും ഈ 3 പൂജ്യങ്ങളും കട്ടായിപ്പോയി. 602 വെട്ടിയാൽ 300, പകുതി എടുത്താൽ പോരെ. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. എടാ മക്കളെ, താണ്ട ഈ 2ഉം ഈ 600 കൂടെ വെട്ടിയാൽ 300ന്റെ പകുതി 150. അതും കഴിഞ്ഞു. 2ഉം 150 കൂടെ വെട്ടുമ്പോൾ 150ന്റെ പകുതി 75 എന്ന് വരും. ചുരുക്കി പറഞ്ഞാൽ 75 ഇൻറ്റു 21 ഇൻറ്റു 21 ഇൻറ്റു 21, 21 ഇൻറ്റു 21 ഇൻറ്റു 21. എന്തായാലും ഉത്തരത്തിന്റെ അവസാനത്തെ അക്കം 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 5 5. ഉത്തരത്തിന്റെ അവസാനത്തെ അക്കം എന്തായാലും 5 ആയിരിക്കും എന്ന് മനസ്സിലായി. എടാ, അങ്ങോട്ട് നോക്കിയാൽ 5ൽ അവസാനിക്കുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് ഓപ്ഷൻ ബി ആയിരുന്നു. നിങ്ങൾ ചെയ്യുക പോലും വേണ്ടാതെ ആൻസറിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. സോ ഇതുകൂടി എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചോദ്യമാണ്. അതായത് ഒരു നിശ്ചിത തുക 3 വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടും, എമൗണ്ട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ഉപയോഗിച്ചത് പെർസെൻറ്റേജ് മെത്തേഡും. അവസാനം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആൻസറിലേക്ക് എത്തുവാനും സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താ പിടിച്ചോ. ആ ക്വസ്റ്റിനകത്ത് ചെറിയൊരു കറക്ഷൻ ഉള്ള വകുപ്പുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം എന്ത് ആൻസർ ആണ്, എങ്ങനെയാണ് വന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂടി ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചോദ്യം: വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെൻ
half the quantity of the article is sold at double the price. കയ്യിലുണ്ടായിരുന്ന സാധനത്തിന്റെ പകുതി ഇരട്ടി വിലയ്ക്ക് വിറ്റപ്പോൾ ഇരട്ടി വിലയ്ക്ക് വിറ്റു. കയ്യിലുണ്ടായിരുന്ന സാധനത്തിന്റെ നേരെ പകുതി ഇരട്ടി വിലയ്ക്ക് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭശതമാനം എത്ര, പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഇരട്ടി വിലയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ 2 എണ്ണമായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കരുത്, അല്ലെങ്കിൽ 6 എണ്ണം ഉണ്ടെങ്കിൽ 3 എണ്ണം, എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് 2 എണ്ണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കരുത്. അതിലെ ഒരെണ്ണം ഞാൻ വിറ്റു, ഒരെണ്ണമേ വിറ്റുള്ളൂ കേട്ടോ, ഒരെണ്ണം വിറ്റു. എങ്ങനാ വിറ്റത്? ഇരട്ടി വിലയ്ക്ക്, ഡബിൾ ദ പ്രൈസ്. വാങ്ങിച്ച വിലയുടെ ഇരട്ടി വിലയ്ക്ക് വിറ്റു. സ്വാഭാവികമായിട്ടും എടാ വാങ്ങിച്ച വിലയുടെ ഇരട്ടി വിലയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ ആകെ വാങ്ങിച്ച വിലയുടെ ഇരട്ടി വിലയ്ക്കാണോ അതോ ആ ഒരു സാധനത്തിന്റെ വാങ്ങിയ വിലയുടെ ഇരട്ടി വിലയ്ക്കാണോ വിറ്റത് എന്നുള്ള കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. പക്ഷെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് ആകെ വിലയുടെ ഇരട്ടി വിലയ്ക്കാണ് വിറ്റത്. കാരണം ആ രീതിയിലാണ് ഞാനിവിടെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ആ രീതി ചെയ്യുമ്പോൾ മാത്രമേ ആൻസർ വരത്തുള്ളൂ. ഇതിന്റെ ഇരട്ടി വിലയ്ക്കാണ് വിറ്റത് എങ്കിൽ 100% ആൻസർ വരുന്നത്. പക്ഷെ ആ ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ വാങ്ങിച്ച മൊത്തത്തിൽ ഉണ്ടായിരുന്ന വിലയുടെ ഇരട്ടി വിലയ്ക്കാണ് വിറ്റതെന്ന് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ ഞാന് ഇതാണ്ടേ, ഇത് 100 രൂപ, ഇത് 100 രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്ന് കരുതാം. അപ്പൊ എന്റെ കയ്യിലെ മുടക്കിയ പൈസ മൊത്തം എത്ര? 200 രൂപ ഞാൻ മുടക്കി എന്ന് കരുതുക. എടാ 200 രൂപ ഞാൻ മുടക്കി 2 സാധനങ്ങൾ വാങ്ങിച്ച് എന്റെ കടയിൽ കൊണ്ടുവന്ന് ഞാൻ വെച്ചു. എന്നിട്ട് ഇരട്ടി വിലയ്ക്ക് വിറ്റു. ഇരട്ടി വിലയ്ക്ക് വിൽക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇരട്ടി അല്ല, ടോട്ടൽ പ്രൈസിന്റെ ഇരട്ടി, അതായത് 200ന്റെ ഇരട്ടി. അപ്പോൾ വിറ്റ വില എത്ര? വിറ്റ വില 400 അല്ലേ? 200ന് ഇരട്ടി, അതായത് 400 രൂപയ്ക്കാണ് വിറ്റത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. സോ ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP ആണ് ഇക്വേഷൻ എന്ന് എല്ലാവർക്കും അറിയാം. ലാഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും സാറേ ഇവിടെ വാങ്ങിയ വില ഏതാണ് എടുക്കേണ്ടത്? എടാ ഒരെണ്ണമല്ലേ വിറ്റുള്ളൂ, ഒരെണ്ണമല്ലേ വിറ്റുള്ളൂ. ആ വിറ്റതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ഏത് സാധനമാണോ ട്രാൻസാക്ഷന് വേണ്ടി വെച്ചത് അത് മാത്രം പരിഗണിച്ചാൽ മതി. അപ്പോൾ ഇത് മാത്രമല്ലേ നിങ്ങൾ വിറ്റുള്ളൂ. അപ്പോൾ വാങ്ങിയ വില 100 അല്ലേ? വാങ്ങിയ വില 100. 100ന് വാങ്ങിച്ചിട്ട് 400ന് വിറ്റു എന്നായില്ലേ? 100 രൂപ മുടക്കിയപ്പോൾ എത്ര കിട്ടി? 400 കിട്ടി. 100 മുടക്കിയപ്പോൾ 400 കിട്ടി. അപ്പോൾ ലാഭം എത്ര? 300 അല്ലേ ലാഭം? ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP. CP എത്ര? CP 100. അങ്ങനെ ഈ 100 കട്ടായി പോയാല് ഉത്തരം 300 എന്ന് വരും. 300% അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇതായിരുന്നു മറ്റൊരു ക്വസ്റ്റ്യൻ. അല്ലാതെ നമ്മൾ ഇതിന്റെ ഡബിളിനാണ് വിറ്റത് എന്ന് പറഞ്ഞാല് 100ന്റെ ഡബിൾ 200 ആണ്. ആൻസർ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്കിയാല് 100% വരും. അത് ഓപ്ഷനകത്ത് ആൻസർ ഇല്ല. അതുകൊണ്ട് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് ആകെ വിലയുടെ ഇരട്ടി വിലയ്ക്കാണ് വിറ്റത് എന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത്. ആ രീതിയിൽ ആ ക്വസ്റ്റ്യൻ എടുത്തെങ്കിൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ. ഇനി ആവറേജ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു എടുത്തു പറയേണ്ട ആവശ്യമില്ലാതെ പെട്ടെന്ന് ചെയ്തു മാറ്റാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ചോദ്യം 9 പേരുണ്ട്. ദ ആവറേജ് ഏജ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 9 റിട്ടയർഡ് പേഴ്സൺസ് ഈ 64. 9 പേരുടെ വയസ്സിന്റെ ആവറേജ് 64 ആണ്. 64. വെൻ 1 മെമ്പർ ലീവ്സ് ദ ഗ്രൂപ്പ്, ഒരാൾ പോയി എന്ന് പറയുമ്പോൾ 9 എത്രയായിട്ട് മാറി? 8 ആയിട്ട് മാറി. ദ ആവറേജ് ഏജ് ഡ്രോപ്സ് ടു 62. ആവറേജ് എത്രയായിട്ട് മാറി? 62 ആയിട്ട് മാറി എന്ന് പറഞ്ഞു. അതും എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ പോയ വ്യക്തിയുടെ വയസ്സ് എത്രയാണ് എന്നാണ് ചോദിച്ചത്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണ്? ഒരുപാട് തവണ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആളുകൾ വന്നു ആളുകൾ പോയി എന്ന് കാണുന്ന ക്വസ്റ്റ്യനെ ചെയ്യേണ്ട രീതി നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കുക,
9 8 ആകണമെങ്കിൽ 1 കുറച്ചാൽ മതി. 9 ൽ 1 കുറയ്ക്കുമ്പോഴാണ് 8 കിട്ടുന്നത്. അതുപോലെ വലതുവശം 64 62 ആകണമെങ്കിൽ 2 കുറച്ചാൽ മതി. 64 ൽ 2 കുറയ്ക്കുമ്പോഴാണ് 62 കിട്ടുന്നത്. ഇനി ഇടതുവശത്തെ ആദ്യ സംഖ്യയും വലതുവശത്തെ ഡിഫറൻസ് നമ്മളുടെ മൾട്ടിപ്ലൈ ചെയ്യുക. 9 മൈനസ് 2 കൂടെ ഗുണിച്ചാൽ -18 വരും. വലതുവശത്തെ അവസാന സംഖ്യയും ഇടതുവശത്തെ ഡിഫറൻസ് നമ്മളുടെ മൾട്ടിപ്ലൈ ചെയ്യുക. 62 മൈനസ് 1 കൂടെ ഗുണിച്ചാല് -62 വരും. -18 -62 കൂടെ കൂട്ടിയാല് 70 80 എന്ന് വരും. -80 എന്ന് വരും. -18 -62 കൂടെ ചേരുമ്പോൾ -80 എന്ന് വരും. വയസ്സായതുകൊണ്ട് നമ്മൾ സാധാരണ മൈനസിൽ പറയാറില്ല. മൈനസിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ 80 എന്നുള്ള ആൻസറിലേക്ക് പോകാവുന്നതാണ്. ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ലീവിംഗ് ആൻഡ് ജോയിനിങ് കാറ്റഗറിയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് എത്ര പേര് വന്നാലും എത്ര പേര് പോയാലും എല്ലാം ഈ ചോദ്യങ്ങൾ ചെയ്തെടുത്തുകൊണ്ട് അവസാനിപ്പിക്കുവാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് പരിചയപ്പെടുത്തി അവസാനിപ്പിച്ചത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ആദ്യഘട്ട പരീക്ഷയുടെ പകുതി ചോദ്യങ്ങളാണ് ക്ലാസ്സിലെ കൃത്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികളെ ചെറിയൊരു ടൈമില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് എക്സാം ഹാളിലേക്ക് വിടുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മിറാക്കിൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് ആ ഒരു ബാച്ചിൽ മാത്രം അഡ്മിഷൻ എടുത്തുകൊണ്ട് 2021 മുതൽ 2024 വരെയുള്ള കംപ്ലീറ്റ് ചോദ്യങ്ങളും കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് പരിചയപ്പെട്ടുകൊണ്ട് എക്സാം ഹാളിലേക്ക് പോയത്. അതിന്റെ ബെനിഫിറ്റ് എക്സാം ഹാളിലെ നേടിയെടുക്കുവാനും സാധിച്ചു. വരാൻ പോകുന്ന നമ്മുടെ രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. സോ ഈ ദിവസങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ പഴയ പാറ്റേണിൽ തന്നെ നമ്മൾ ഇപ്പോൾ കടന്നുപോയ നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടിന്റെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ, അതേപോലെ നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ, ഈ പറയുന്ന പരീക്ഷകളെല്ലാം കേരള PSC ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നടത്തി മാറിയ എല്ലാ ചോദ്യ പേപ്പറും കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകളിലൂടെ പരിചയപ്പെടുത്തി പരമാവധി ടോപ്പിക്കിനകത്ത് നിന്ന് ഏത് ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം എന്നുള്ള പരിചയപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതും ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചാണ്. മിറാക്കിൾ 2.0 എന്ന് പറയുന്ന ബാച്ചാണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. സോ വരാൻ പോകുന്ന നമ്മുടെ രണ്ടാം ഘട്ടത്തിൽ പ്രിലിംസിന്റെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ബാച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2021 മുതൽ നാളിതുവരെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളിലും മെയിൻസ് പരീക്ഷകളിലും ചോദിച്ചു പോയ ഒരുപാട് ചോദ്യങ്ങളും അതിന്റെ ഉറവിടങ്ങളും കൃത്യമായിട്ട് പരിചയപ്പെടുവാനും വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ആ ഒരു നിലവാരത്തില് ആ ഒരു ട്രെൻഡിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുവാനും സാധിക്കുന്നതാണ്. സോ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാന് നിങ്ങൾക്ക് ബോർഡ് നമ്പറായ 8590202323 നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്തുകൊണ്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകളും അതുപോലെ റെക്കോർഡ് ക്ലാസ്സുകളും ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് റിവിഷൻ പാക്ക് ആയിരിക്കും. ചുരുങ്ങിയ കാലയളവിനുള്ളിലെ പരമാവധി റിസൾട്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ബാച്ച് കൂടിയായിരിക്കും. ഇതുകൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പകുതി ചോദ്യങ്ങൾ നിങ്ങളിൽ എത്തിയിട്ടുണ്ടാവും. അതിന്റെ പകുതി ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ഭാഗത്തിലൂടെ ഡിസ്കസ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സജഷൻസും കമന്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.